കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെയുള്ള വിദ്വേഷ പ്രചരണങ്ങളിൽ പ്രതിഷേധവുമായി തൃശൂരിലെ ജനങ്ങൾ. പറയുന്ന വാക്ക് പാലിക്കുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് ജനങ്ങൾ പറഞ്ഞു. അതേസമയം സുരേഷ് ഗോപിയെ തകർക്കാനുള്ള സംഘടിത ശ്രമങ്ങൾ എല്ലാ കാലത്തും നടന്നിട്ടുണ്ടെന്നും ജനങ്ങൾ അത് തള്ളിക്കളയുമെന്നും BJP തൃശൂർ ജില്ലാ മുൻ അധ്യക്ഷൻ കെ അനീഷ് കുമാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്തായിരുന്നു സുരേഷ് ഗോപിക്കെതിരെ വ്യാപകമായ വിദ്വേഷ പ്രചരണങ്ങൾ നടന്നത്. പിന്നാക്ക വിഭാഗങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളായി ചിത്രീകരിക്കാനായിരുന്നു ശ്രമം. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രതികരണങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും ഇപ്പോൾ പരസ്യ പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തൃശ്ശൂരിലെ ജനങ്ങൾ. തൃശ്ശൂര് സുരേഷ് ഗോപി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ വിവാദം എന്ന് പറഞ്ഞാൽ ആദിവാസി സമൂഹത്തിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ വിവാദം ഉണ്ടായിട്ടുള്ളത് തന്നെ. അത് വെറുതെ മാധ്യമങ്ങൾ വളച്ചൊടിച്ച് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അവൻ പറഞ്ഞത് ആദിവാസി സമൂഹത്തിന് വേണ്ടിയിട്ട് സർക്കാർ കൊടുക്കുന്ന കാശ് വകം മാറ്റി ചെലവാക്കുന്നതാണ് അവ ഉദ്ദേശിച്ചത്. അതുകൂടെ വളച്ചൊടിച്ച് ഉണ്ടാക്കിയതാണ്. തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് തൃശ്ശൂർക്ക് ഒരുപാട് കാര്യങ്ങൾ തൃശ്ശൂർ മാർക്കറ്റിന് വികസനം ചെയ്തിട്ടുണ്ട്. ആള് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സാനിൻ്റെ കാര്യമാണെങ്കിൽ ആളെ ഏറ്റെടുത്തെങ്കിൽ അത് നടപടിയായി തന്നെ ഇപ്പോഴും അത് പെൻഡിങ്ങിൽ തന്നെ നിൽക്കുകയാണ്. മാർക്കറ്റിന്റെ കാര്യം വളരെ സൂപ്പറിന്റെ ആള് പറഞ്ഞ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തിയുന്നുണ്ട്. നല്ല വ്യക്തിയായിട്ടാണ് കാണുന്നത് ഞങ്ങളത്. അതേസമയം പിന്നാക്ക വിഭാഗങ്ങൾക്കായി സുരേഷ് ഗോപി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു BJP തൃശൂർ മുൻ ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ അനീഷ് കുമാറിന്റെ പ്രതികരണം. എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിനേക്കാൾ വലിയ എത്രയോ പരിപാടികൾ നടത്താറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് മാത്രം അങ്ങനെ ഒരു കേസ് വരാനുള്ള സാഹചര്യം ഉണ്ടായത്? അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവവും. അതിൽ ഒരു തരത്തിലുള്ള ദുരുദ്ദേശവും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനയിലില്ല. അതിൽ സദുദ്ദേശം മാത്രമേ ഉള്ളൂ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ജാതി വിവേചനം ഉണ്ടാവരുതെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ജാതിയുടെ അടിസ്ഥാനത്തിലല്ല മന്ത്രിമാരെ നിശ്ചയിക്കേണ്ടത്. ജാതി വിവേചനം പാടില്ല എന്നുള്ളതല്ലേ എൻ്റെ ആകെ തുക എന്ന് പറയുന്നത്. അതല്ലേ പിന്നെ പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രി മുന്നോക്കത്തു നിന്നാകണം, മുന്നോക്ക വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രി പട്ടികവർഗത്തിൽ നിന്നാവണം എന്ന് പറഞ്ഞാൽ അത് ജാതി പാടില്ല എന്നല്ലേ അതിന്റെ കൺസെപ്റ്റ്. സുരേഷ് ഗോപിക്ക് ജനങ്ങൾ കവചമൊരുക്കുമെന്നും അനീഷ് കുമാർ ജനം TVയോട് പറഞ്ഞു. സുരേഷ് ഗോപിക്കെതിരെയുള്ള സംഘടിത ആക്രമണത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാവുകയാണ്. ജനം തൃശൂർ.